ഹലോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഇൻട്രോ എടുത്ത് ഇതാക്കുന്നില്ല. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നൈറ്റാണ്, നമുക്ക് പോയിട്ട് കിടന്നുറങ്ങാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കി ക്രാഫ്റ്റ്. ഇതാണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഗൈസ്. ഞാൻ ഫസ്റ്റ് തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫാം. ആൻഡ് ഒരു കോഴി ഫാം കൂടി ഉണ്ട് ഗൈസ്. ഇവിടെ ആയിട്ട് ഗൈസാണ്. ഇപ്പോൾ ഗൈസ് നമ്മുടെ കോഴി ഫാം ഇങ്ങനെ പോയിക്ക് നമുക്ക് മുട്ടയൊക്കെ കിട്ടും. അപ്പോൾ ഇതാ നമ്മളെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ അണ്ടർ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ ഗൈസ് നമ്മൾ. അപ്പോൾ ഗൈസ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് ഭൂമി തിറക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ തിടക്കിടയ്ക്ക് ഇങ്ങനെ പരസിക്കരുത്. ഇതാണ് ലോക്കി ക്രാഫ്റ്റിൻ്റെ മെയിൻ പ്രോബ്ലം ഗൈസ്. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിച്ച് തുടങ്ങാം. ഗൈസ് അപ്പോൾ മറ്റേ ഈ സൈഡിൽ ഫുള്ള് ഡേറ്റായി വയ്ക്കുന്നത് ഗൈസ്. ഈ സൈഡിൽ നമുക്കിതാ ഇവിടുത്തെ സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സാധനം തരില്ല. അപ്പോൾ നമുക്കിനി അതെടുത്ത് വരാം. സ്റ്റോണില്ല ഗൈസ് ഉണ്ട്, സ്റ്റോൺ പിക്കേഴ്സ്. ഗൈസ് നമ്മുടെ മൈൻക്രാഫ്റ്റ് പോലെ തന്നെ ഏകദേശം ഗ്രാഫിക്സ് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ലോക്കി ക്രാഫ്റ്റ്. നമുക്ക് മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കുന്ന ഒരു സാധനമാണ്. ഇവിടെ നമ്മുടെ പിക്കേഴ്സ്. ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ബോക്സ്, ഫുൾ ബോക്സ്. നമുക്ക് ഉറപ്പിച്ച് ബാക്കിയുള്ള സാധനം കൂടി പിച്ചെടുക്കാം ഗൈസ്. നമ്മുടെ സ്റ്റോൺസും കൂടി ബാക്കിയിട്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി അതും കൂടി നോക്കാം. മാത്രമല്ല ഗൈസ്, ഇതൊരു മൈനിങ് ഏരിയ പോലത്തെ ഒരു സ്ഥലമാണ്. കാരണം ഗൈസ് ഇവിടെ കണ്ടായിട്ട് ഇതാ അയണൊക്കെ ഉണ്ട് ഇവിടെ ഗൈസ്. അപ്പോൾ അയണൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഞാനിതൊരു ബേസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഴിക്കുന്നത്. ഇപ്പം അതൊക്കെ ഫുള്ള് പോയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നുകൂടി അടുപ്പിക്കാൻ കഴിയും. ഒന്ന് ടേട്ട് കുഴിച്ചെടുക്കണം കേസിന്. റൈസ് അപ്പോൾ നമ്മൾ റൈസ് ഇപ്പോൾ അതാ ഫുള്ളായിട്ട് നമ്മൾ ഡേട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വേണ്ട ഫുള്ള് ഇതിങ്ങനത്തെ സാധനമാണ് ഗൈസ്. ഫുള്ള് സ്റ്റോണാണ് ഇതുള്ളത്. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ഇത്രയും ബ്ലോക്സ് ഉണ്ട് നമ്മളെ കയ്യിൽ. അപ്പം ബ്ലോക്സ് ഒക്കെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് വരാം ഗൈസ്. ഗൈസ് അതിന് വേണ്ടിയപ്പോൾ ഒരു ചെറിയ സാധനം ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സാധനം സെറ്റ് ചെയ്തത് നൈറ്റായാലും. അപ്പോൾ ഗൈസ് ഇവിടെ നമ്മളെ സ്റ്റോറേജ് ബോക്സ് ഒരുപാട് ഡേർട്ട്സ് ഇതിനകത്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട് ഗൈസ്.
ഗൈസ് ഇപ്പോൾ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏകദേശം നൈറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സാധനം വെക്കണമെങ്കിൽ നൈറ്റ് ആയിട്ട് നമുക്ക് ഇനി കടന്നിട്ട് ഗൈസ് രാവിലെ നെക്സ്റ്റ് പണിയൊക്കെ കിടക്കാം. ഗൈസ് നമുക്ക് ഇനിയും ആൻപിക്സാസും സാധനങ്ങളൊക്കെ വേണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരപ്പം മീൻ ഹൗസിൽ പോയി നോക്കി നോക്കും ഗൈസ് അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഉണ്ടോ. ഗൈസ് അപ്പോൾ ഈ ഒരു ഗെയിമിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിനകത്ത് റോക്കറ്റ് ഓൺ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റീവില് പറക്കാൻ പറ്റില്ല. ക്രിയേറ്റീവ് സർവൈവൽ ക്രിയേറ്റീവിൽ നമുക്ക് മറ്റൊരു രൂപത്തിൽ പറക്കാം, അല്ലാതെ പറക്കാൻ പറ്റില്ല. വെള്ള സാധനം മൊത്തം വാരിയെടുക്കാം. ഇതാണ് കഴിയുന്നത് അയൺ പിക്കേഴ്സ്. നമുക്ക് എന്തായാലും ആവശ്യം വരും. അവിടെ കുറേ അയണൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വരും. ഗൈസ് ഇവിടെ ഓരോന്നിനും ഓരോ ബോക്സൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഐറ്റംസ് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട്. ഇത് തന്നെ ടൂൾസ് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ടൂൾസ് എല്ലാം തന്നെ ടൂൾസ് വേണ്ടിയാണ് ഒരുപാട് ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്കും ടൂൾസ് എൻ്റെ കയ്യിലുണ്ട്. കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൈൻ ചെയ്തിട്ട് വലിയ മൈനിങ് ഏരിയ സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഒരു ഫുഡ് ബോക്സ് എന്നൊരു ബോക്സ് ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ഫുള്ള് തുണിർത്തുകൊണ്ട് തന്നെ കാര്യമായി. ഇപ്പോൾ ഗൈസ് ബാക്കി കുറച്ച് ഡേറ്റ് ഇവിടെയുണ്ട്. പിന്നെ ഇത്രയും കുറച്ച് ഡേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ അതെല്ലാം മുമ്പേ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ആയുധം ഗൈസുള്ള മൊത്തം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കൊണ്ട് പോകാൻ പറ്റും ഗൈസ്. ഈ ഒരു ഹൗസിൻ്റെ നേരെ അടിയിലായിട്ടാണ് നമ്മുടെ കോഴി ഫാം ചിക്കൻ ഫാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു പഴയ ഒരു ബേസിയാണ്, വെറുതെ ഒരു വഴി ഉണ്ടാക്കി വെച്ചാണ്. ഗൈസ് നമുക്കിനി ഇതെല്ലാം എടുത്തിട്ട് പോയിട്ട് മൈൻ ചെയ്യാം ഗൈസ്. ആരടിക്കുന്നതല്ല, സ്പൈഡറിൻ്റെ മറ്റേ സാധനമാണ്. എന്താ ഒരു 10 അടിയാണ് ഞാൻ വിൽക്കാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഇനി ഏകദേശം നോക്കാം. 4 അടി ആയിട്ടേ ഉള്ളൂ ഗൈസ്, ഇത്ര റേറ്റ്. അപ്പോൾ തന്നെ ബാക്കി കൂടി പോയി ചെയ്തോ ഗൈസ്. ഇതൊക്കെ ഇതിനെക്കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഡിസൈൻസ് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. ഈ ഒരു ചളി കൊണ്ട്, ഈ ഒരു സാധനം കൊണ്ട് പ്രത്യേക ഉള്ളത് കൊണ്ട് നമുക്ക് ഇസ്റ്റിക് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ സാധനം കൊണ്ട്. മാത്രമല്ല ഈ റോസ് സാധനം കൊണ്ട് വേറൊരു ഐറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ബേസിൽ സെറ്റ് ചെയ്യാനാണ് ഒക്കെ ആക്കിയിട്ട് നമുക്ക് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഗൈസ്. അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ബ്ലോക്ക് ഉണ്ടാക്കണം, ഒരു ബോക്സ്, അതിനകത്താണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഇതൊക്കെ കളിച്ചവർക്കൊക്കെ അറിയായിരിക്കും. നിങ്ങൾ കളിച്ചത് ഗൈസ്. സാധനത്തിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഫയൽ ഞാൻ അയച്ചു തരാം. പഴയൊരു ഫയലായത് തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഫയൽ നമുക്ക് കിട്ടാനില്ല. അപ്പോൾ അത് ചിലരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റ് രൂപത്തിലൊന്നും അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ല ഈ ഗ്രാഫ്സ് ഇപ്പോഴത്തെ ഫയൽ. ഇപ്പോഴത്തെ ഫയൽ നമുക്ക് ഇത്ര കളിക്കാൻ പറ്റില്ല ഗൈസ്. അതാണ് ഇപ്പോഴത്തെ ഫയലിൻ്റെ മെയിൻ പ്രശ്നം. ഒരു മടത്ത് അയൺ പിക്കാസ് അയൺ പിക്കാസ് എടുത്ത് ചെയ്താൽ പൊട്ടിച്ചാൽ ബ്ലോക്കായിട്ട് തന്നെ കിട്ടും ഗൈസ്. അയൺ പിക്കാസ് കൊണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിത് ഇവിടെ എൻ്റെ ഒരു വെച്ച് 5 ബ്ലോക്കാണ് നമ്മൾ ഇതുവരെ ആക്കിയിട്ടുള്ളത്. 10 ആക്കി കഴിഞ്ഞാൽ നമ്മൾ ബേസിനെ കുറച്ചെങ്കിലും ഹൈറ്റ് തോന്നിയിട്ടുള്ളൂ. നോക്കിയിട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് കാണാൻ കഴിച്ചു. 10 ആക്കിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഈ സൈഡിൽ ഇപ്പോൾ ഒരു 5 ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ഗൈസിൻ്റെ. ഒരു ബ്ലോക്ക് കൊണ്ട് ആക്കിയിട്ട് നിർത്താനാണ് വിചാരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും കുഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്കിവിടെ കോളും കാര്യങ്ങളൊക്കെ വരുന്നത് മൈനിങ് ഏരിയ ആണ് നമ്മൾ ഈ സംഭവം സെറ്റ് ചെയ്യുന്നത്. ഒരു വിഷമമുണ്ട് ഗൈസ്, സാരില്ല. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് മൈനിങ് ഏരിയ കാണിച്ചിട്ടുണ്ട്.
ആയിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, നമുക്ക് നാളെ ചെയ്യാം ഗൈസ്. ഇവിടെ എങ്ങനെയായിട്ടുണ്ട്, ഞാനല്ല മെയിൻ ചെയ്യണത്, വേറെ കുറച്ച് ടീമൊക്കെ ഉണ്ട് ഇതിനകത്ത്, അവരാണ് മെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവരെങ്ങനെ ഡൈറ്റ് വരാം മൈനിങ് സെറ്റപ്പ് ഒക്കെ വരുന്നത് ഗൈസ്. ഇതാണ് ഗൈസ്. അപ്പോൾ അവരുടെ മൈനിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഡേറ്റൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടുന്നൊക്കെയാണ്, ഇവിടുന്ന് കുറച്ച് ഇടയ്ക്ക് ഞാൻ നല്ല ബ്ലോക്സിനൊക്കെ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ബ്ലോക്കൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഗൈസ് വേറെ 3 ടീമും കൂടി ഇതിൻ്റെ അകത്ത് കളിക്കാറുണ്ട് മൾട്ടിപ്ലെയർ ആയിട്ട്. അപ്പോൾ അവരാണ് ഇതിൻ്റെ അകത്ത് സംഭവം സെറ്റ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നേരത്തെ ഗൈസ്. അപ്പോൾ വേറെയും കുറേ സ്ഥലത്തൊക്കെ ആയിട്ട് ഇവിടെ മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഡോറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് എന്നോട് പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇവിടെ വന്നിട്ടാണ് ചെയ്യാറുള്ളത്. സംഭവമൊക്കെ തന്നെയാണ്. നമുക്കിനി മേലെ കയറിപ്പം. അപ്പോൾ ഗൈസ് നൈറ്റ് ആയിട്ട് നമുക്കൊന്ന് ഉറങ്ങിയിട്ട് വരാം ഗൈസ്. ഇവിടെ മോൺസ്റ്റർ കാണില്ല ഗൈസ്. പരസ്യം വീണ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ ഗൈസ് നമ്മൾ മോട്ടർ എത്തിയിട്ടുണ്ട്, നമുക്ക് പോയി പോകണം. മനസ്സമാധാനത്തോടെ ഉറങ്ങാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് മോൺസ്റ്ററുടെ മീറ്റ് കിട്ടിയിട്ടുണ്ട്, നമുക്കറിയാൻ തോന്നുന്നു. അപ്പോൾ ഗൈസ് ഇതൊക്കെ ആയിട്ട് അവന്മാർ മൈനിങ്ങേരും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് തപ്പി നോക്കട്ടെ ഗൈസ്. ഇവിടെയൊക്കെ ആയിട്ട് ഇത് ഇങ്ങനെ ഓരോ സെറ്റപ്പും കാര്യങ്ങളുണ്ട്. മുകളിലൊക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ ഒരു അവരുടെ മെയിൻ കാര്യം സെറ്റപ്പൊക്കെയാണ്. ഇതൊന്ന് വിസിറ്റ് ചെയ്ത് ഗൈസ്. ഒരുപാട് വലിയ സ്ഥലമാണ് ഗൈസ്. ഇവിടെയൊക്കെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റപ്പുണ്ട്. എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പണിയാണ് തോന്നുന്നു ഗൈസ്. ഇവിടുന്ന് ഇതാണ് തോന്നുന്നു എൻ്റെ കോഴിക്കോടിൻ്റെ അടി. ഞാൻ എൻ്റെ ഓർമ്മ വന്ന വഴി മറന്നുപോയി. ഇവിടെ വഴി തെറ്റിക്കലാണ് ഗൈസ്. വന്ന വഴിയുടെ ഇറങ്ങുന്ന സീനാണ് ഗൈസ്. പിന്നെ മേലെ തന്നെ ഗൈസ് വേറെയും കുറേ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതൊക്കെ ഞാൻ ഇതും കൂടി കാണിച്ചിരുന്നു ഗൈസ്. ഈ ഒരു സെറ്റപ്പ് ഉണ്ട്. ഞാൻ മുമ്പൊരു ഇതിനകത്ത് ബേസ് ഉണ്ടാക്കിയപ്പോൾ അത് കുറച്ച് ദൂരെ ഉണ്ട് ഗൈസ്. അപ്പോൾ ആ ദൂരെയുള്ള സ്ഥലത്ത് നിന്ന് എൻ്റെ ഈ ഒരു സ്ഥലത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു ഇതാണ്, ഒരു പാലാണ് ഗൈസ്. അപ്പോൾ അവിടെ നമുക്കെന്തൊക്കെ ചെയ്യണം ഗൈസ് നെക്സ്റ്റ് വീഡിയോയിൽ. എല്ലാം നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ പണ്ടുണ്ടാക്കിയൊരു സാധനമാണ്. അപ്പോൾ ഒരു മലേൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ ഉണ്ടാക്കിയാണ് പണ്ട് ഗൈസ്. മൈ പ്ലാറ്റ്ഫോം ഒക്കെ വിത്ത് സെറ്റാക്കിയാണ് പണ്ട് സെറ്റാക്കിയാണ് ഇതൊക്കെ. പക്ഷേ പിന്നെ ഞാൻ അവിടെ മാറി വീണ്ടും ചത്തുപോയപ്പോൾ വേറെ സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഇങ്ങനെ കളിച്ച അവസാനത്തിൽ ആ ഒരു സ്ഥലത്തെത്തി. അവിടെ ആ ഒരു ബേസൊക്കെ ഉണ്ടാക്കി മറൊക്കെ വിളിച്ച് ഇതാക്കി കുറേ കാലം കളിച്ചതിന് ശേഷമാണ് എനിക്ക് ഈസിയായിട്ട് സാധനം കാണാൻ പറ്റിയത്. പിന്നെയാണ് ഇതിൻ്റെ അടുത്തേക്ക് ഒരു പാലൻ്റെ പയ ഓർമ്മ ഒന്ന് പുതുക്കാൻ വേണ്ടി സെറ്റപ്പാക്കിയാണ്. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മളിത് പാർട്ട് പാർട്ടായിട്ട് ഇടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനിയൊരു
അടുത്തൊരു കിട്ടലും വീഡിയോ ആയിട്ട് വരുവാണേക്കും. ഈ ഒരു വീഡിയോ തന്നെ, ഈ ഒരു സാധനം തന്നെ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഗൈസ് ബൈ.